നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വിഖ്യാതമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്കറിയാം, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിങ്ങൾ കേട്ട് കാണും. അതുപോലെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ഇപ്പോൾ ഡിക്ഷണറിയിൽ നമുക്ക് വേർഡ് മീനിങ് ഒക്കെ നോക്കാൻ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയാണ്. അതുപോലെ ഓക്സ്ഫോർഡിൻ്റെ ഗ്രാമർ ബുക്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. സോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടാണ്. ഹാർവർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എല്ലാം ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇതെല്ലാം ടോപ്പ് ലെവലിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവരുടെ എക്സാമുകളും ഒക്കെ നമുക്ക് കുറച്ച് പാടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ട്രൈ ചെയ്താൽ ക്ലിയർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എനിക്കറിയാം കുറേ കുട്ടികൾ ആണെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത കുറച്ച് കുട്ടികളുണ്ട്. ഏത് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകണം അല്ലെങ്കിൽ എവിടെ പഠിക്കണം ഇങ്ങനെയൊക്കെ കുട്ടികളുണ്ട്. അല്ലാത്തവർ ഒരു 9th ഒക്കെ ആവുമ്പോഴത്തെ തന്നെ നിങ്ങളുടെ ഫോക്കസ് ഒന്ന് ട്യൂൺ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളിൽ പോകാൻ പറ്റും. പിന്നെയും ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ ഹാർവേർഡ് അങ്ങനെ എല്ലാ രാജ്യത്തും നല്ല നമ്മുടെ IIT പോലെ എല്ലാ രാജ്യത്തും കുറേ ഫേമസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പറ്റിയ യൂണിവേഴ്സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടത്തേക്ക് എന്തൊക്കെ എക്സാം ഉണ്ടെന്ന് നോക്കുക. അവരുടെ അഡ്മിഷൻ എന്നാണ് തുടങ്ങുന്നത്, എക്സാംസ് എന്നാണ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് പോകാനുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടോപ്പ് യൂണിവേഴ്സിറ്റിയിലും ഫോറിൻ കൺട്രീസിലും നമ്മളുടെ രാജ്യത്തും ഒക്കെ ഏതൊക്കെ ടോപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട് അവിടെയൊക്കെ പോകാവുന്നതേ ഉള്ളൂ. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇംഗ്ലണ്ടിലാണ് സ്ഥാപിതമായത്. ഇത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. കുറേ കോളേജസും ഡിഫറെൻറ്റ് കോഴ്സസിന് പല കോളേജസും ലൈബ്രറിയും ടോപ്പ് മോസ്റ്റ് ലൈബ്രറിയും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അതുപോലെ A to Z കോഴ്സസും ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് പ്രാഗൽഭ്യമുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന കോഴ്സിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്ത് അതിൽ കയറാം. പക്ഷെ വേറൊരു കാര്യം, 10th to 12th ഇപ്പം നിങ്ങൾ ഒരു ഡിഗ്രി കോഴ്സിന് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും 10th എല്ലാ സബ്ജക്റ്റിനും 95% മാർക്സ് എബോവ് എല്ലാ സബ്ജക്റ്റിനും കാണണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോഫൽ അല്ലെങ്കിൽ IELTS ഇതിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് നിങ്ങൾ പാസ്സായിരിക്കണം. പിന്നീട് വേണ്ടത് ഇവരുടെ തന്നെ ഓക്സ്ഫോർഡിൻ്റെ തന്നെ ഒരു എക്സാം ഉണ്ട്, അത് നിങ്ങൾ പാസ്സാവണം. സോ അത് ഭയങ്കര ഹാർഡാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്ക് സ്റ്റുഡൻസിനെ അവർ എലിമിനേറ്റ് ചെയ്യാനായിട്ടാണല്ലോ എക്സാം വെക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ഹാർഡ് ആവാതിരിക്കത്തില്ല, നല്ല കട്ടിയുള്ള എക്സാമാണ്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അവരുടെ തന്നെ സൈറ്റിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണും, അത് ചെയ്ത് നോക്കുക. നമ്മൾ പണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നമ്മൾ റിവൈസ് ചെയ്തിരുന്നത്, അതുപോലെ ഒരു റിവിഷൻ ഈ എക്സാമുകൾക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബാരിയർ, ആ കടമ്പ കടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കേംബ്രിഡ്ജ് സിലബസ് ഉണ്ട്, നമ്മുടെ നാട്ടിലെ കേംബ്രിഡ്ജ് സിലബസ് ഉണ്ട്. അങ്ങനത്തെ സ്കൂൾ ഇൻ്റർനാഷണൽ ലെവൽ സ്കൂൾ എന്ന് നമ്മൾ പറയാറുണ്ട്. എല്ലാ സ്കൂളുകളും ഇപ്പോഴും ഇൻ്റർനാഷണൽ ആണ്. പക്ഷെ കേംബ്രിഡ്ജ് സിലബസ് ഉള്ള സ്കൂളുകൾ, അവിടെ കേംബ്രിഡ്ജിൽ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഫോറിൻ കൺട്രീസിൽ പോകുക, അല്ലെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് നന്നാക്കണം, അങ്ങനെയുള്ള കുട്ടികൾ. അതുപോലെ മെയിനായിട്ടും കേംബ്രിഡ്ജിൽ പഠിക്കുന്ന പിള്ളേർ മിക്കവാറും വെളിയിൽ പോവും. അവർക്ക് റിക്രൂട്ട്മെൻറ്റ് അങ്ങനത്തെ ഫോറിൻ കൺട്രീസിലോട്ട് ഉള്ള എക്സാമുകളൊക്കെ അവർക്ക് അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് ഈ ടോഫിൾ അല്ലെങ്കിൽ IELTS പാസ്സാവേണ്ട
പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതിനകത്ത് തന്നെ കേംബ്രിഡ്ജ് സിലബസിൽ തന്നെ ഒരു പേപ്പർ കാണും. അത് കാരണം അവർക്ക് ടോഫ്ലോ IELTS ഒന്നും പഠിക്കണ്ട. അവരുടെ സ്ലാങ് തന്നെ ഒരു എന്താണ്, ഫോറിനിൽ പോയിട്ട് നമുക്കറിയാം സംസാരിക്കുന്ന കുട്ടികൾ ഒരു വ്യത്യാസമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അവരുടെ സ്ലാങ് തന്നെ വേറെ ആയിരിക്കും. സോ അതാണ് കേംബ്രിഡ്ജ് സിലബസ്. സോ അങ്ങനെ അതാണ്. പിന്നെ നമ്മളുടെ നാട്ടിൽ CBSE ICSE പഠിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും 95%